ശിവൻ താമസിച്ചിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ കൈലാസം. അപ്പൊ ഒരിക്കൽ ഹിമാലയത്തിൽ പോയാൽ നമുക്ക് എല്ലാ വർഷവും അവിടെ എത്തിയേ പറ്റൂ എന്നുള്ളൊരു മാനസികാവസ്ഥയുണ്ട്. പലർക്കും സംശയങ്ങളുണ്ട്, 5 കൈലാസങ്ങൾ ഉണ്ടോ? നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത്, നമ്മൾ കാണുന്നതിനപ്പുറത്തുള്ള ഒരു വലിയ ലോകമാണ് അപ്പുറത്തുള്ളത്. ശിവന്റെ ഭക്തി കൊണ്ട് വന്നിട്ടുള്ളവര് ആ ഒരു പ്രത്യേക മായികമായ ലോകത്തിൽ മുങ്ങി അതിൽ ലയിച്ച് ആനന്ദകരമായിട്ട് ആ യാത്ര ചെയ്യാം. എപ്പോഴാണ് ആദ്യമായി ഇത്തരത്തിലൊരു പഞ്ചകൈലാസ യാത്ര നടത്താം എന്നുള്ളൊരു തീരുമാനം ജീവിതത്തിൽ എടുക്കുന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു അതിന് നിമിത്തമായത്? എന്റെ മനസ്സിലുണ്ടാകുന്ന അഹങ്കാരം ഈ കൈലാസ യാത്ര പോകാൻ ഏറ്റവും അർഹതയുള്ള ഒരാൾ ഞാൻ എല്ലാവരോടും പറയുന്നു, നിങ്ങൾക്കൊരു യാത്ര തടസ്സപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ. പണ്ട് മുതലേ ഒരു ശിവഭക്തനാണോ? അല്ല, ഒരിക്കലും അല്ല. ഞാൻ ശിവഭക്തനല്ല. ശിവനെ അറിഞ്ഞതിന് ശേഷം വടക്കുന്നാഥനിലേക്ക് പോയപ്പോഴോ? വല്ലാത്തൊരു അനുഭവമാണ്. ശിവനെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലുള്ള ഒരു സുന്ദരാകാരം പൂണ്ട ഒരാളായിട്ട് നിങ്ങൾ കാണുന്നതിനേക്കാൾ നല്ലത് ശിവൻ നിങ്ങളിലേക്ക് സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാന്വേഷണത്തിന്റെ പാത തുറക്കുകയാണ്. നമസ്തേ. ഭക്തരുടെ ഒരു സ്വപ്നയാത്രയാണ് പഞ്ചകൈലാസ യാത്രകൾ. ആ പഞ്ചകൈലാസങ്ങളാകുന്ന പുണ്യഭൂമിയിലേക്ക് എത്താൻ വലിയ ഭാഗ്യം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ യാത്രകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് എനിക്കിപ്പോൾ ഉള്ളത് CP മധുസൂദനൻ മേനോനാണ്. മധുചേട്ടാ നമസ്തേ. നമസ്കാരം. ഞാൻ പറഞ്ഞതുപോലെ പലരുടെയും സ്വപ്നയാത്രയാണ് പഞ്ചകൈലാസ യാത്രകൾ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഒരുപാട് തവണ പഞ്ചകൈലാസങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ചേട്ടൻ. എങ്ങനെയുണ്ടായിരുന്നു ആ യാത്രകൾ? പഞ്ചകൈലാസ യാത്രകൾ എത്ര തവണ പോയാലും നമുക്ക് മടുപ്പ് വരാത്തൊരു യാത്ര. ഇപ്പോഴും സത്യം പറഞ്ഞാൽ ആദ്യമായി പോകുന്ന ഒരാളുടെ കൊതിയോടുകൂടി തന്നെ ഒരു വർഷം 3 ബാച്ചിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 3 ബാച്ചിന്റെയും കൂടെ നമ്മൾ കയറി പോകാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പ്രദേശത്ത് പോയി വരുന്നൊരു യാത്ര അത് നമുക്കൊരു ഭൂമിയിൽ കൂടി നടക്കുന്ന ഒരു യാത്രയായിട്ടല്ല ഫീൽ ചെയ്യുക. അത്രയും ഭഗവാന്റെ കടാക്ഷത്തിനുള്ളിൽ കൂടി നമ്മൾ അത്രയും ദിവസം കടന്നു വരിക എന്ന് പറയുന്നത് തികച്ചും വളരെ വളരെ ചാരിതാർത്ഥ്യജനകമായ ഒരു അനുഭവമാണ്. മാത്രമല്ല അതൊരു ഒട്ടേറെ പേരെ ആഗ്രഹിച്ചിട്ട് നടക്കാതെ നിൽക്കുന്ന ഒരു യാത്രയാണെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അതിന് എന്നും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്രയും പ്രാവശ്യം പോകാൻ ശ്രമിക്കുന്നു. മാത്രമല്ല നമ്മുടെ കൂടെ സാധ്യമായ എല്ലാവരും കൊണ്ടുപോകാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പഞ്ചകൈലാസങ്ങൾ എന്ന് പറയുമ്പോൾ പലർക്കും സംശയങ്ങളുണ്ട്, 5 കൈലാസങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഒപ്പം തന്നെ ചില ആൾക്കാർ ഇതിനെ കുറിച്ച് കുറച്ചും കൂടി അറിവുള്ളവരാണെങ്കിൽ ചിന്തിക്കും, 7 കൈലാസങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ 5 കൈലാസങ്ങളിലേക്ക് മാത്രം യാത്രകൾ സംഘടിപ്പിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് പഞ്ചകൈലാസങ്ങൾ? നോക്കൂ, 7 കൈലാസങ്ങളുണ്ട്. പുരാണത്തിന്റെ കണക്ക് പ്രകാരം 7 കൈലാസങ്ങളെ പറ്റി പരാമർശങ്ങളുണ്ട്. അതിൽ ശിവൻ താമസിച്ചിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ കൈലാസം എന്ന് പറയുന്നത്. ശിവൻ വന്നുപോയ സ്ഥലങ്ങളോ ശിവൻ പ്രത്യക്ഷമായ സ്ഥലങ്ങളോ അല്ല, അതൊക്കെ ക്ഷേത്രങ്ങളാണ്. ശിവൻ താമസിച്ചിട്ടുള്ള സ്ഥലങ്ങളെയാണ് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരു ക്ലിപ്ത കാലാവധി അദ്ദേഹം താമസിച്ചിട്ടുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ കൈലാസം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൈലാസം എന്ന് പറയുന്നത് മാനസരോവറിലെ കൈലാസം തന്നെയാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ സ്ഥിരതാമസം. അദ്ദേഹം സകുടുംബം കുടുംബസമേതം അവിടെയാണ് താമസിക്കുന്നത് എന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ കൈലാസം. ഏറ്റവും പ്രധാനപ്പെട്ട കൈലാസം ടിബറ്റിലുള്ള മാനസരോവർ കൈലാസമാണ്. രണ്ടാമത് വരുന്ന എല്ലാ കൈലാസങ്ങളും തന്നെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത പുരാണ കഥകളുമായി ബന്ധപ്പെട്ട് ശിവൻ താമസിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അതിൽ ആദ്യ കൈലാസം എന്ന് പറയുന്ന സ്ഥലത്ത് സതീദേവിയുമായിട്ട് താമസിച്ചിട്ടുള്ള എന്നുള്ള ഒരു വാദഗതി പറയുന്ന ആൾക്കാരുണ്ട്. മാത്രമല്ല അത് അവിടെ ഒരു തിരിച്ചു പോകുന്ന സമയത്ത്, അതായത് അമർനാഥ് വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് താമസിച്ചിട്ടുള്ള സ്ഥലമാണ് ആദ്യ കൈലാസം എന്നും പറയുന്നു. അപ്പൊ ഇതില് ഈ 2 വാദഗതികൾ നമ്മുടെ പുരാണങ്ങൾ നോക്കിയുള്ള ഏതൊരു വിഷയത്തെ പറ്റി പറയുകയാണെങ്കിലും ഒന്നിൽ കൂടുതൽ വാദഗതികൾ ഉണ്ടായിരിക്കും. കാലഗണനയിലും നമുക്ക് സാധാരണ നമ്മുടെ ഒരു ചിന്താഗതി അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരാവുന്ന രീതിയിൽ കാലഗണനയുണ്ടാവും. അപ്പൊ അങ്ങനെ ആദ്യ കൈലാസം ഉത്തരാഖണ്ഡില്, പിന്നെ ഹിമാചലിൽ വരുന്ന 3 കൈലാസങ്ങൾ, ഒന്ന് മണിമഹേഷാണ്, ഒന്ന് കിന്നർ കൈലാസമാണ്, ഒന്ന് ശ്രീകണ്ഠ കൈലാസം. അപ്പൊ ഭസ്മാസുരന് വരം കൊടുത്ത് ശിവന് അദ്ദേഹത്തിൽ ഭസ്മാസുരനിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥ വന്ന സമയത്ത് അദ്ദേഹം ഒളിച്ചു താമസിപ്പിച്ചു എന്ന് പറയുന്ന സ്ഥലമാണ് ശ്രീകണ്ഠുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം. അതേസമയം ഭഗവാന്മാരുടെ അല്ലെങ്കിൽ ദേവന്മാരുടെ ഒരു യോഗം അദ്ദേഹം എല്ലാ വർഷവും ശിവൻ വിളിച്ചു കൂട്ടിയിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം വന്ന് താമസിച്ചിരുന്ന സ്ഥലമാണ് കിന്നർ കൈലാസം എന്ന് അറിയപ്പെടുന്നത്. കിന്നർ കൈലാസത്തില് മറ്റൊരു ഐതിഹ്യം കൂടി അതിന്റെ കൂടെ കോർത്തിണക്കിയിട്ടുണ്ട്. അതായത് പാർവതി ദേവിയും ശിവനുമായുള്ള, അല്ലെങ്കിൽ പാർവതി ദേവി ശിവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ പ്രണയം പിടിച്ചു പറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടാണ് അതിന് ശ്രമിച്ചിരുന്നത് എന്നുള്ളതും. അങ്ങനെ ആദ്യമായിട്ട് ശിവൻ പാർവതിയോട് പ്രണയം പ്രകടിപ്പിച്ച സ്ഥലമാണ് കിന്നർ കൈലാസം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ കിന്നർ കൈലാസത്തിലേക്ക് പോകുന്ന ഒരു ക്യാമ്പിന്റെ പേര് തന്നെ പഴയ കാലത്ത് ആഷിക്കി പാർക്ക് എന്നാണ്.
ഇപ്പോഴത്തെ ഗണേഷ് പാർക്ക് എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആഷിക്കി പാർക്ക് എന്നാണ്, പ്രണയ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ ഉള്ളത്. പിന്നെ വരുന്ന മണിമഹേഷ് കൈലാസമാണ്. മണിമഹേഷ് കൈലാസം നമ്മൾ ഈ പറയുന്ന പോലെ ശിവപാർവതിമാരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ താൽക്കാലികമായിട്ട് താമസിച്ച സ്ഥലമാണ് മണിമഹേഷ് കൈലാസം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ പരിക്രമണത്തിന് ഉപയോഗിക്കുന്ന പഞ്ചകൈലാസങ്ങളിൽ പെടുന്നത്. ഇതിന് പുറമേ നിൽക്കുന്ന 2 കൈലാസങ്ങളിൽ ഒന്ന് നമ്മൾ അമർനാഥാണ്. അപ്പൊ അമർനാഥിലെ കഥ നമുക്കറിയാം. അതായത് ശിവൻ പാർവതിയെ കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് ജനിമൃതികളുടെ രഹസ്യം പറയണം. അപ്പൊ ശിവൻ വരുന്ന സമയത്ത് അത് ഏറ്റവും രഹസ്യമയമായ കാര്യമായതുകൊണ്ട് പോരുന്ന വഴിക്ക് എല്ലാം ഉപേക്ഷിക്കുന്നു. ഇപ്പൊ ശേഷനാഥനെ ഉപേക്ഷിച്ച സ്ഥലമുണ്ട്, മറ്റ് പഞ്ചധരണിയിലെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇവർ ആ ഗുഹയുടെ കൊണ്ട് പോയിരുന്നത്. പാർവതിയും ശിവനും മാത്രമായിട്ട് ഈ രഹസ്യം പറയുന്നത്. അപ്പൊ 2 പ്രാവുകൾ ഒളിഞ്ഞു കേട്ട കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവര് അമരരായി മാറി എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമർനാഥനെയും കൈലാസത്തിൽ കൂട്ടിപ്പെടുത്താറുണ്ട്, 6ാമത്തെ കൈലാസമായിട്ട് പറയാറുണ്ട്. പക്ഷെ ഈ പഞ്ചകൈലാസങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താറില്ല എന്ന് മാത്രം. പിന്നെ വരുന്ന പൂർവ്വ കൈലാസം ഞാൻ പലപ്പോഴും പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പൂർവ്വ കൈലാസം എന്ന് പറയുന്ന പുരാണത്തിൽ അതിനെപ്പറ്റി പരാമർശങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ആരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഭൂമിയിൽ എവിടെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അത് ഒരു കാൽപ്പനികമായി പറയുന്നതാണ്, അത് നമ്മുടെ മനസ്സിൽ അഹങ്കാരത്തിന്റെ കൈലാസമാണെന്നുള്ള വാദഗതികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കൈലാസങ്ങളൊക്കെ കിടക്കുന്ന വഴിക്ക് ആ കൈലാസത്തിന്റെ നമ്മുടെ ആ ഒരു അഹങ്കാരത്തിന്റെ കൈലാസം കൂടി കീഴടക്കപ്പെടും എന്നാണ് അങ്ങനെയുള്ളൊരു വാദഗതിയിൽ പറയുന്നത്. അപ്പൊ ഇതാണ് പൊതുവിൽ നമ്മളെ ഏറ്റവും പ്രസിദ്ധമായ 5 കൈലാസങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കൈലാസങ്ങളാണ്. അമർനാഥും പൂർവ്വ കൈലാസം കൂടി കൂടുമ്പോഴാണ് 7 കൈലാസങ്ങളാണ്. എപ്പോഴാണ് ആദ്യമായി ഇത്തരത്തിലൊരു പഞ്ചകൈലാസ യാത്ര നടത്താം എന്നുള്ളൊരു തീരുമാനം ജീവിതത്തിൽ എടുക്കുന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു അതിന് നിമിത്തമായത്? നമുക്ക് പഞ്ചകൈലാസ യാത്ര എന്നുള്ളതിനെ പറ്റി എനിക്ക് അറിയാനേ ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ അത്രയ്ക്ക് തീർച്ചയായും ഞാൻ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും കൈലാസം പോയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് MK രാമേന്ദ്ര സാറിനോട്. അദ്ദേഹമാണ് നമ്മളെ കൈലാസത്തിലേക്ക് കൊണ്ടുപോയി. അതിന് മുമ്പ് തന്നെ രാജൻ കാക്കനാടൊക്കെ പോയി വന്നിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും അതൊരു ഭക്തി എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രോച്ച് അല്ല ആ പുസ്തകം എഴുതാൻ വേണ്ടി അദ്ദേഹം എടുത്തിരിക്കുന്നത്. അദ്ദേഹം സഞ്ചാരി എന്നുള്ള പോലെ മറ്റൊരു മഞ്ഞുമൂടിയ മല എന്നുള്ള രീതിയിലാണ് കൈലാസത്തിന് അതിൽ സമീപിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാവുന്ന രീതിയിൽ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ യാത്രയുടെ കഷ്ടപ്പാടുകളാണ് അത് വായിച്ചു കഴിഞ്ഞ ഒരാളുടെ മനസ്സിൽ നിൽക്കുക. എന്തിനപ്പം ഇത്രയും കഷ്ടപ്പാട് സഹിച്ചിട്ട് നമ്മൾ കൈലാസം പോകണമെന്നുള്ളൊരു തോന്നലാണ് വരിക. തപോവന സ്വാമികളുടെ പുസ്തകമാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് വായിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി കാഠിന്യമുള്ള ഭാഷയാണ്, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഷയായതുകൊണ്ട് അതും കേരളത്തിൽ ജനങ്ങളുടെ ഉള്ളിൽ അത്രയും വർക്ക് ചെയ്തു. MK രാമേന്ദ്ര സാർ പോയി സാധാരണക്കാരുടെ ഭാഷയിൽ ഇത് പറഞ്ഞപ്പോഴാണ് കൈലാസ യാത്രകളെ പറ്റിയിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെ സ്വാധീനിച്ച പോലെ തന്നെ എനിക്കും ആ പുസ്തകങ്ങളിൽ നിന്നാണ് പ്രചോദനം. അങ്ങനെയാണ് കൈലാസ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പെടുന്നത്. അങ്ങനെ ആദ്യത്തെ കൈലാസ യാത്ര പോകുന്ന വഴിക്ക് ഞങ്ങളുടെ കൂടെ കൂടിയൊരു സാധു ബാബ, അദ്ദേഹത്തിന് പെർമിറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിങ്ങൾ കൈലാസം പോകാന്ന് പറഞ്ഞാൽ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഞങ്ങളുടെ കൂടെ വരുന്നു. പക്ഷെ ആൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ലായിരുന്നു, കാരണം പെർമിറ്റോ വിസയൊന്നും ഇല്ലാതെ കിടക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഞങ്ങൾ കുറച്ച് പൈസയൊക്കെ പിരിച്ചെടുത്ത് ആദ്യ കൈലാസത്തിലേക്ക് വഴി തിരിച്ചു വിട്ടു. അപ്പൊ ആ സാധുവിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് പഞ്ചകൈലാസങ്ങളെ പറ്റിയിട്ട് അറിയുന്നത്. പിന്നീട് അടുത്ത വർഷം ഈ ഹിമാലയത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂടെ വരുന്ന യാത്രക്കാരോട് കളിയാക്കിയിട്ട് പറയാറുണ്ട്, ഹിമാലയം ഒരു വൈറസാണ്, അത് നിങ്ങളെ ഇൻഫെക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വർഷവും അവിടെ പോകേണ്ടി വരും. അതൊരു നെഗറ്റീവ് ഭാഷയാണെങ്കിലും അത് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഒരിക്കൽ ഹിമാലയത്തിൽ പോയാൽ, ഒരിക്കൽ യാത്ര കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും അവിടെ എത്തിയേ പറ്റൂ എന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവും. ആരോഗ്യമുള്ളിടത്തോളം കാലം പിന്നെ ഹിമാലയം പോവാന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ചിത്ര നമ്പൂരിപ്പാട്ടിയൊക്കെ അതറിയാം, നമുക്ക് 105 വയസ്സിൽ വരെ പോയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ആ ഹിമാലയം നൽകുന്ന പ്രചോദനം, ആ ഹിമാലയം നൽകുന്ന എനർജിയാണ്. അവിടെ എത്തിച്ചേർന്നേ പറ്റും. അപ്പൊ കൈലാസ യാത്രയുടെ ഒരു 30 ദിവസത്തോളം നമ്മൾ ഹിമാലയത്തിൽ ചെലവഴിച്ച് കഴിഞ്ഞ് അടുത്ത വർഷം ആകുമ്പോഴേക്കും, ആ സമയം ആകുമ്പോഴേക്കും ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റാത്തൊരു രീതിയിലുള്ളൊരു, നമുക്ക് എന്ത് വില കൊടുത്ത് അവിടെ പോയേ പറ്റും എന്നുള്ള അവസ്ഥയും. അപ്പൊ 2ാമത്തെ കൈലാസം പോകുന്നതിനേക്കാൾ നമ്മൾ അടുത്ത പഞ്ചകൈലാസങ്ങൾ ആരംഭിക്കാം എന്ന് പറഞ്ഞ് അതിനെപ്പറ്റി അന്വേഷിച്ച് അങ്ങനെയാണ് നമ്മൾ 2ാം വട്ടം ശ്രീകണ്ഠ കൈലാസത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. പിന്നെ ഓരോ വർഷങ്ങളിലും ദൈവം സഹായിച്ച് ഭഗവാന്റെ അനുഗ്രഹം നന്നായിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ വർഷങ്ങളിലും കൃത്യമായി നമുക്ക് ഒരു തടസ്സമില്ലാതെ നടന്നുകൊണ്ട് തന്നെ എല്ലാ കൈലാസങ്ങളും പരിക്രമണം പൂർത്തീകരിക്കാൻ സാധിച്ചു. അതിപ്പോ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രൊഫഷണലി ഞാനിത് എടുത്തിട്ടുള്ള ഒരാളല്ല, കാരണം എൻ്റെ പ്രൊഫഷൻ സോഫ്റ്റ്വെയർ വിഭാഗത്തിലായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള യാത്രകൾ തുടങ്ങുമ്പോൾ ഇതിനു വേണ്ടി 5 കൈലാസ യാത്രകൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇന്ന് ഇന്റർനെറ്റിൽ കിട്ടുന്ന അത്രയും വിഷയങ്ങൾ, വിവരങ്ങൾ അന്ന് ലഭ്യമല്ല. അപ്പൊ എങ്ങനെ യാത്ര പ്ലാൻ ചെയ്യുന്നുള്ളതിന്റെ ബുദ്ധിമുട്ട് വളരെയധികം ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ ഒരിക്കൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ പോയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഞാൻ അവരുടെ ഫോൺ നമ്പറുകളും അവരുടെ കാര്യങ്ങളൊക്കെ മേടിച്ചിരുന്നു. പിന്നെ എന്നെ ഒരുപാട് പേര് വിളിക്കുമായിരുന്നു, എങ്ങനെയാണ് ഇന്ന സ്ഥലത്തേക്ക് പോകുക. അപ്പൊ അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഒരു യാത്രാ സംഘാടകൻ എന്നുള്ള നിലയ്ക്കല്ല, ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ മുൻപ് പോയിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴാണ് ചില ആൾക്കാർ എന്നോട് ഒരു യാത്ര കൊണ്ടുപോകാൻ പറ്റുമോ ചോദിക്കുന്നത്. അങ്ങനെ ഒരു യാത്ര കൊണ്ടുപോയി കഴിഞ്ഞ്
അപ്പൊ ഞാൻ പ്രധാനമായിട്ട് പറയാം, തീർത്ഥയാത്രയിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അതിന്റെ പൈസയല്ല. ആ തൊഴുത് കഴിഞ്ഞിട്ട് അവരുടെ കണ്ണുകളിൽ വരുന്ന ഒരു കണ്ണുനീര്, അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഗ്രഹം, അതാണ് ഏറ്റവും വലിയ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. ഞാൻ കുട്ടികളോടൊക്കെ പറയുന്നത് വെച്ചാൽ പൈസയല്ല നമ്മൾ ഉണ്ടാക്കുന്ന അടുത്ത ഒരുപാട് തലമുറകൾക്ക് വേണ്ട പുണ്യമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു അനുഭവം വരാൻ തുടങ്ങിയപ്പോഴാണ് ആൾക്കാരെ നമ്മൾ തീർത്ഥയാത്രകൾ കൊണ്ടുപോകാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ പലതവണ പല സ്ഥലത്തും എത്താൻ പറ്റുന്നു എന്നുള്ളൊരു വലിയ ഭാഗ്യം. അത് ഒരുപാട് ഘടകങ്ങൾ അനുകൂലമാകുമ്പോഴാണ് നമുക്ക് സാധിക്കുന്നത്, നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ആരോഗ്യപരമായ തടസ്സങ്ങൾ വരുന്നില്ല, മാത്രമല്ല യാത്രകൾ പോകുന്നിടത്തൊക്കെ ദർശനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എവിടേക്കോ അനുഗ്രഹങ്ങളുണ്ട്, ആരെയോ പിതൃക്കളിലേക്ക് ഒരു അനുഗ്രഹങ്ങൾ കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഒരു നിയോഗമായിരിക്കാം അത്. നമ്മൾ പറയുന്നത് ചിലരോടൊക്കെ കളിയാക്കിയിട്ടാണ് പറയാം. അപ്പൊ ചിലർ ഇത്രയും പേരെ കൊണ്ടുപോകാൻ നിയോഗം, ഞാൻ പറയുന്നത് ഇപ്പൊ പൂർവ്വജന്മത്തിൽ വല്ല രാക്ഷസന്മായിരുന്നിരിക്കണം, ആളുകളെ അമ്പലത്തിൽ പോകുന്നതിന് തടഞ്ഞിട്ടുള്ള ഒരാളായിരിക്കാം, അതിന്റെ പരിഹാരമായിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ജന്മത്തിൽ നമുക്കാണ് ചെയ്തു വരുന്നത്. അങ്ങനെയും പറഞ്ഞ് കളയാക്കാറുണ്ടെങ്കിൽ പോലും ആളുകളെ കൊണ്ടുപോവുക, തൊഴിക്കുക എന്ന് പറയുന്നത് അതൊരു നിയോഗമാണെങ്കിൽ അത് വളരെ അനുഗ്രഹമുള്ളൊരു നിയോഗമാണ്, വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഇപ്പോ ആദ്യമായിട്ട് ശരിക്കും ഒരു പണ്ട് മുതലേ ഒരു ശിവഭക്തനാണോ? അല്ല, ഒരിക്കലും അല്ല. ഞാൻ ശിവഭക്തനല്ലായിരുന്നു. ഞാൻ എൻ്റെ വീട് അയ്യന്തോളാണ്, തൃശ്ശൂരാണ്. ഞാൻ കൂടുതലും നമ്മൾ കൃഷ്ണനോടാണ് ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക്. ഇപ്പോൾ വടക്കുന്നാഥ് ഉണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ പുസ്തകത്തിലൊക്കെ അത് കൃത്യമായിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട്. പഞ്ചകൈലാസ യാത്ര എന്നുള്ള പുസ്തകം ഉണ്ടായാലും ഞാൻ എൻ്റെ ആമുഖത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മളൊക്കെ പൂർണ്ണമായിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എന്നുള്ളതാണ് നമ്മുടെ സാധാരണ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ വടക്കുന്നാഥിൽ പോകുമ്പോൾ പോലും നമുക്ക് അത്രയും ഒരു ആകർഷണം അവിടെ തോന്നാറില്ല. കാരണം വെച്ചാൽ ഗുരുവായൂരിലൊരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ പ്രസന്റ് ആണ്. വടക്കുന്നാഥിനെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി ഗൗരവതരമായ, അതായത് അവിടെ അച്ഛന്റെ ഭാവമാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അത്രയും ഗൗരവതരമായ ഒരു അന്തരീക്ഷമാണ്. അപ്പൊ അവിടേക്ക് ഒരിക്കലും എത്തിയിരുന്നില്ല. അപ്പൊ നമ്മള് ശിവൻ എന്ന് പറയുന്നത് പിന്നീടാണ് നമ്മൾ ശിവന്റെ തത്വം എന്താണെന്നും ശിവൻ നമ്മളിലേക്ക് ശേഷം വടക്കുന്നാഥിലേക്ക് പോയപ്പോഴോ വല്ലാത്തൊരു അനുഭവമാണ്. കാരണം വെച്ചാൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇപ്പൊ എന്ത് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ജീവിതത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾക്ക് ഒരു യാത്ര തടസ്സപ്പെടുന്നുണ്ടോ, നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോവുക. നിങ്ങൾ കൈലാസത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ശരിയാണ്, പക്ഷെ നിങ്ങൾ ആദ്യം കൊണ്ട് നിങ്ങളുടെ ഏറ്റവും അടുത്ത ശിവക്ഷേത്രത്തിൽ പോകുക. അവിടെ പോയി കാര്യം പറയാം, അവിടുന്ന് അങ്ങോട്ട് യാത്രയുടെ തടസ്സങ്ങൾ മാറിക്കണം. അപ്പൊ വടക്കുന്നാഥന്റെ അവിടെ പോയി പറയാതെ, അല്ലെങ്കിൽ നമ്മൾ അനുവാദം മേടിക്കാതെ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പൊ മനസ്സുകൊണ്ടായാലും നമ്മുടെ എത്താൻ പറ്റാത്ത ദിവസങ്ങളാണെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് വടക്കുന്നാഥന്റെ അടുത്ത് എത്തും എന്നുള്ളതാണ്. പല ഭാവങ്ങളിലാണെങ്കിൽ പോലും നമ്മളിലേക്ക് ആദ്യമായിട്ട് ശൈവശക്തി എത്തിണ്ടാവും വടക്കുന്നാഥൻ തന്നെയാണ്, ഒരു തർക്കമില്ല. അപ്പോ ഈ ആദ്യമായിട്ട് ഈ യാത്ര പോകുമ്പോ അത്ര വലിയ ഒരു ശിവഭക്തനായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഏതൊരു കൗതുകം ഉണ്ടായിരിക്കുമല്ലോ ഇപ്പൊ കൈലാസത്തിലേക്ക് പോകുന്നു. തീർച്ചയായും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറെ ഭൗതികവാദപരമായ ആശയങ്ങളിൽ വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് കൈലാസ യാത്രയിലേക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ പോകുന്നത് തീർച്ചയായും ഒരു ഭക്തനായിട്ടല്ല, ഞാനൊരു കൗതുകം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും സംശയങ്ങളാണ്. ആരെന്ത് ചെയ്യുകയാണെങ്കിലും ഒരു പരിധി വരെ ഇതൊക്കെ എന്താണ്, ഇതിനൊരു അർത്ഥം ഉണ്ടോ എന്നുള്ള ഒരു തരം ഒരു അടിസ്ഥാനമില്ലാത്തൊരു യുക്തിബോധം കൊണ്ടാണ് നമ്മളവിടെ പോകുന്നത്. പക്ഷെ ആ യാത്രയുടെ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുകയാണ്. കാരണം നമ്മളാണ് ആ യാത്രയിൽ ഞാൻ മനസ്സിൽ ധരിച്ചിരുന്നത്, എൻ്റെ മനസ്സിലുണ്ടാകുന്ന അഹങ്കാരം, ഈ കൈലാസ യാത്ര പോകാൻ ഏറ്റവും അർഹതയുള്ള ഒരാൾ ഞാനാണ്. കാരണം ഈ വഴിയിലുള്ള കല്ലും കട്ടയും വരെ എനിക്കറിയാം. അത്രയേറെ പുസ്തകങ്ങൾ ഞാൻ ഇതിനെപ്പറ്റി വായിച്ചിട്ടുണ്ട്, അത്രയേറെ എനിക്ക് കാര്യങ്ങൾ അറിയാം. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ ഇതിനെപ്പറ്റി തേടി വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷിലാണ് കൂടുതൽ പുസ്തകങ്ങൾ കൈലാസത്തിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളത്. മലയാളത്തിൽ വളരെ അപൂർവം പേരെ എഴുതിയിട്ടുള്ളൂ. അതിനെ പല രീതിയിൽ ആ വിഷയത്തിനെ സമീപിച്ചുകൊണ്ട് ആ പർവ്വതത്തെ പല രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിലൊക്കെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ പല രീതിയിൽ അറിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഒരു വിവരവുമില്ല, അടുത്ത ക്യാമ്പ് ഏതാണെന്ന് പോലും അറിയാതെ വന്നിരിക്കുന്ന പല ആൾക്കാരും ആ യാത്രയിലുണ്ട്. പക്ഷെ അത് ശിവന്റെ ഭക്തി കൊണ്ട് വന്നിട്ടുള്ളവര് ആ ഒരു പ്രത്യേക മായികമായ ലോകത്തിൽ മുങ്ങി അതിൽ ലയിച്ച് ആനന്ദകരമായിട്ട് ആ യാത്ര ചെയ്യാം. അപ്പൊ എല്ലാറ്റിലും സംശയമായിട്ട് പോകുന്ന എന്നെ പോലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 2-3 ദിവസത്തൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തിരിച്ചറിവായി, ഞാനാണ് ഈ യാത്രയിൽ വന്നിട്ടുള്ള ഏറ്റവും അർഹത കുറഞ്ഞ ആളെന്നുള്ള തിരിച്ചറിവ് വന്നു. കാരണം ശിവന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ ശിവന്റെ അടുത്തേക്ക് പോവാൻ മനസ്സിൽ സംശയമായിട്ട് പോകുന്ന ഒരാൾക്ക് യാതൊരു അർഹതയില്ല എന്നുള്ള രീതിയിലാണ്. കാരണം മറ്റുള്ളവരൊക്കെ ലയിച്ചിട്ടാണ് പോകുന്നത്. എല്ലാം ശിവമയാണ് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ശിവോഹം. അവര് ശിവനിലേക്ക് പൂർണ്ണമായും ലയിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അത് പിന്നെ ഞാൻ എൻ്റെ ആ യാത്രയിൽ ഉണ്ടായിരുന്ന ഒരു ജാഗേഷ് ഭായിയോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ പൂർണ്ണമായി യോഗ്യനായതുകൊണ്ടല്ല ഈ യാത്രയിൽ വരുന്നുണ്ടാവുക. നിങ്ങളുടെ പരമ്പരയിൽ, നിങ്ങളുടെ വംശപരമ്പരയിൽ പെട്ട ഒരുപാട് പേർക്ക് കൈലാസത്തിലേക്ക് പോകാനുള്ള യോഗ്യത ഉണ്ടായിരിക്കും.
അവർക്ക് ശാരീരികമായോ സാമ്പത്തികമായോ അതിന് സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ അവരവരുടെ വംശപരമ്പരയിൽ പെട്ട ഒരാളെ കണ്ടെത്തിയിട്ട് അയക്കുകയാണ്. അപ്പൊ അതിനപ്പുറത്തുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട്, നിങ്ങൾ ധരിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചറിവായിരുന്നു. കാരണം വെച്ചാൽ ഞാനിതിൽ പരമയോഗ്യനായതുകൊണ്ടല്ല അവിടെ പോകുന്നത്, ഒരുപാട് പേരുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും കൂട്ടി വെക്കുമ്പോഴാണ് ഒരാൾ അവിടെ എത്തുന്നത്. അപ്പൊ അങ്ങനെ പോയി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം വന്നു. പിന്നെ നമ്മുടെ യുക്തിബോധത്തിന് നിരക്കാത്തതായിട്ടുള്ള, നമ്മുടെ യുക്തിബോധത്തിന്റെ ഉള്ളിൽ വഴങ്ങാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ നേരിട്ട് കണ്ടത്. അപ്പോൾ ഈ മൈനസ് ടെമ്പറേച്ചറിലൊക്കെ ചെരുപ്പില്ലാതെ നടന്നു പോകുന്ന ഭക്തർ, അതും മണിക്കൂർ കണക്കിന് ചെരുപ്പില്ലാതെ നടന്നു പോകുന്ന ഭക്തർ എന്നൊക്കെ പറയുന്നത് വളരെ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ഇന്നത്തെ സയൻസ് അനുസരിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്ത്, നമ്മൾ കാണുന്നതിനപ്പുറത്തുള്ള ഒരു വലിയ ലോകമാണ് അപ്പുറത്ത് തുറന്നു കിടക്കുന്നത്. അപ്പൊ കൈലാസ യാത്രയുടെ ആദ്യത്തെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടച്ചുപൂട്ടിയ ആ ചെറിയ മുറി, ആ മുറിയുടെ ജനൽ തുറക്കാനും അതിനപ്പുറത്തേക്കുള്ള ലോകത്തേക്ക് ഒരു വാതിൽ തുറന്ന് കടന്നു പോകാൻ എനിക്ക് സാധിച്ചു. ആ സാധിക്കലിനോട് കൂടിയിട്ടാണ് ഈ പറയുന്ന എല്ലാം സംഭവിക്കാൻ തുടങ്ങിയത്. അപ്പൊ ശിവൻ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ആൾക്കാരോട് തിരുത്തി കൊടുക്കാറുണ്ട്, ശിവനെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോലുള്ള ഒരു സുന്ദരാകാരം പൂണ്ട ഒരാളായിട്ട് നിങ്ങൾ കാണുന്നതിനേക്കാളും നല്ലത് ശിവൻ നിങ്ങളിലേക്ക് സംഭവിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാന്വേഷണത്തിന്റെ പാത തുറക്കുകയാണ്. പിന്നെ എല്ലാം ഈ പറയുന്ന പോലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്ന കെട്ടുപാടുകളും ബന്ധനങ്ങളും ഒക്കെ വിട്ട്, അതൊക്കെ എലിമെന്ററി ആണ്, ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറത്തൊരു ലെവൽ നമ്മൾ ശിവനുമായി, ഭഗവാനുമായി താതാത്മ്യം പ്രാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വളരാൻ പറ്റും ശിവൻ സംഭവിക്കുന്നു. അപ്പൊ ശിവൻ സംഭവിക്കുന്നത് നല്ലതാണ്. നിങ്ങളിലേക്ക് ശിവൻ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മോക്ഷപ്രാപ്തിയിലേക്കുള്ള മാർഗം ആരംഭിക്കുന്നതിന്റെ ലക്ഷണമാണ്. അറിവിലേക്കുള്ള നിങ്ങളുടെ സഞ്ചാരം അവിടെ നിന്ന് ആരംഭിക്കും.